നിരവധി പേര് വർഷങ്ങളായി ആ പടക്ക നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്, നിരവധി പേരുണ്ട്. അപ്പോൾ അവിടെ എത്ര തൊഴിലാളികൾ ഉണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കുന്നുണ്ടോ? നിരവധി പേരുണ്ട്. അതായത് ഈ പടക്കത്തിന്റെ പല രീതിയിലുള്ള പടക്കങ്ങൾ, കരിമരുന്നുകൾ, ഓലപ്പടക്കം, അമിട്ടുകൾ അടക്കം നിരവധി പടക്കങ്ങൾ ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ഏകദേശം 10ഓ 20ഓ ആളുകൾ ഒന്നിച്ചിരുന്ന പണിയെടുത്താണ് ഈ ഒരു പടക്കങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് വലിയ നിരവധി ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ 10ൽ കൂടുതൽ ആളുകൾ എന്തായാലും ഈ ഒരു പ്രദേശത്ത് എപ്പോഴും ഉണ്ടാകും. കാരണം ഈ ഒരു പണി തുടങ്ങുന്നത് മുതൽ അത്രത്തോളം ആളുകൾ എപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ തന്നെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഉറപ്പാണ്, ഒരു 10ൽ കൂടുതലോ ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം ഈ ഒരു സമയത്ത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന പണിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പടക്കം നിർമ്മിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. ഈ ഒരു പാടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സംശയമാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ പടക്കം നിർമ്മിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഒട്ടും സുരക്ഷിതമല്ല. ഇതൊരു പാടത്തിന്റെ ഏരിയ കൂടി ആയതുകൊണ്ട് നേരിട്ട് ഈ വെയിലും അതുപോലെ ചൂടൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു തീപ്പൊരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ ഒരു കാര്യം സംഭവിച്ചാൽ തന്നെ വലിയ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ അത്തരത്തിൽ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു പ്രദേശമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇപ്പോൾ മരണസംഖ്യ ഉണ്ട്, അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഹരീഷ്, 3 മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ തൊഴിലാളികളെയും അവിടുന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പ്രാഥമികമായി പറയുന്നു. പക്ഷേ അതിന്റെ എണ്ണം ഇനിയും വർദ്ധിക്കും, അല്ലെങ്കിൽ ഇനിയും മരണസംഖ്യ വർദ്ധിക്കും എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 40 പേർക്ക് ആണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ അവസ്ഥ ഗുരുതരമായിരുന്നു എന്ന് പറഞ്ഞു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോൾ ഇവിടെ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ മരണസംഖ്യ ഉണ്ടാകുമോ എന്നതടക്കം ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തേക്ക് പലരെയും കടത്തിവിടുന്നില്ല. അതായത് ഈ ഒരു സുരക്ഷാ ഭീഷണിയുള്ള പ്രദേശങ്ങളുണ്ട്, അതായത് തീ പടരുന്ന പ്രദേശങ്ങളുണ്ട്. ആ ഒരു പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അജികുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജികുമാർ, കേൾക്കാമെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഏകദേശം 25 വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടക്കശാലയാണ്. ഈ ആനിക്കാട്ടിൽ സതീഷ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനും ഇവിടുത്തെ സമീപ പൂരങ്ങൾക്കുമുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ പൂരം സാമ്പിളൊക്കെ നടക്കുന്നുണ്ട്. വലിയ തോതിൽ അതിന്റെ ഉൽപാദനം നടന്നിരുന്നു. 45ഓളം ജീവനക്കാര് ഈ പടക്കശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായപ്പോൾ തന്നെ ഒരാള്, വിൻസെന്റ് എന്ന് പറയുന്ന ആൾ ഓടി രക്ഷപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ബാക്കി ആരും അവിടുന്ന് പോരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കും അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ദയനീയമായൊരു സ്ഥിതി. ശരീരഭാഗങ്ങൾ പലതും പല വീടുകളിലും പറമ്പുകളിലും ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുകയാണ്. അവിടുന്ന് കിട്ടിയ 5 ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ മാറ്റിയിട്ടുണ്ട്. ആംബുലൻസുകളെല്ലാം ആവശ്യത്തിനുണ്ട്. ഫയർഫോഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്ഫോടനം തുടർച്ചയായി നടക്കുന്നതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു ദയനീയമായ സ്ഥിതിയുള്ളത്. ഏകദേശം എത്ര തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അജികുമാർ? 45 പേര് എന്നാണ് പുറത്തു വന്ന ആള്, രക്ഷപ്പെട്ട് പുറത്തു വന്ന ആള് ഞങ്ങളോട് പറഞ്ഞ 45ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 2 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ സാമ്പിളൊക്കെ പൊട്ടേണ്ടതുകൊണ്ട് പരമാവധി തീർക്കാൻ വേണ്ടി അവർ പരമാവധി തൊഴിലാളികൾ, ഹിന്ദിക്കാരൊക്കെ ഉൾപ്പെടെയുള്ള ഈ പരിസരത്തും ഒക്കെയുള്ള പരമാവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിന്, നമുക്കറിയാം. അപ്പോൾ പരിചയ സമ്പത്തൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലൊരു അപകടം ഈ കാലാവസ്ഥ ഉൾപ്പെടെ തിരിച്ചടിയായി. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് നല്ല പാടത്തിന്റെ നടുക്കിലാണ് ഈ ഷെഡ് നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ചൂട് ഉണ്ടായിരുന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പാർക്കോ മറ്റോ ഉണ്ടാകും.
അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് അതിനടുത്തേക്ക് പോലും നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. താങ്കൾ അവിടെ തന്നെ ഉണ്ടല്ലോ, എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഉള്ളിലേക്ക് കയറി എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കാൻ ഫയർഫോഴ്സിന് പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇപ്പൊ ഫയർഫോഴ്സ് വന്ന് കുറേശ്ശെ തീകെടുത്തുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു വലിയ ഗോഡൌൺ കൂടി ഉണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്, കണ്ടിട്ടുള്ള ആളുകൾ. അത് ഇതുവരെ പൊട്ടിയിട്ടില്ല. അത് പൊട്ടിയാൽ കുറേ കൂടി മാരകമായ ഇതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതിന് ചുറ്റും ഈ ആളുകളൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ? വീടുകള് ഒരു ഭാഗത്ത് വലിയ പാടാണ്. അതുകൊണ്ട് വീടുകള് ഇതിന്റെ ഒരു 200 മീറ്റർ അപ്പുറത്ത് ഏകദേശം 150ഓളം വീടുകളുണ്ട്. വീടുകൾക്കൊക്കെ ഒരുപാട് പേർക്ക് ബാധിച്ചിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, വീട് തകർന്നിട്ടുണ്ട്. അങ്ങനെ അതും ഒരു വലിയ അപകടം ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അജികുമാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അജികുമാർ. രക്ഷാപ്രവർത്തകർക്ക് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. കാരണം പടക്ക നിർമ്മാണശാലയാണ്, സ്ഫോടനങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. അജികുമാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പലയിടത്തും ചിതറിക്കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 45ഓളം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്തിരുന്നു, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയായി അവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് അജികുമാർ പറഞ്ഞിരിക്കുന്നത്. 3 പേരുടെ മൃതദേഹമാണ്, 3 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്യന്തം ദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്ക് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ പലരെയും തൃശൂർ മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കുമായി മാറ്റിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരെ പുറത്തെത്തിക്കാനൊക്കെയായുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. സമീപത്തൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പാടത്തിൻ്റെ നടുവിലായാണ് അത്തരത്തിലൊരു പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. ഇവിടെയാണിപ്പോൾ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ടുപുരയിൽ അപകടമുണ്ടായി. ഇപ്പോൾ 8 പേരുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. 3 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരീഷ്, നിലവിലെ അവസ്ഥ എന്താണ്? 3 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ? ഈ പ്രദേശത്ത് ഇപ്പോഴും പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് ഇപ്പോഴും പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട്, ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും കരിമരുന്ന് അല്ലെങ്കിൽ പടക്കങ്ങൾ ഗുണ്ട ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് മുഴുവൻ ഇപ്പോഴും കത്തി തീർന്നിട്ടില്ല. കത്തി തീരാത്ത പടക്കങ്ങൾ വീണ്ടും പൊട്ടുന്ന ശബ്ദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത്. ഇപ്പോഴും അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. ഉദ്യോഗസ്ഥരടക്കം പല സ്ഥലങ്ങളിലെത്തി തീ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല മനസ്സിലാക്കുന്നത്. ഈ ഒരു പാടം ആണ്, നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പാടത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇവർ ഈ കരിമരുന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാടത്തടക്കം ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും ഈ ഒരു പടക്കം തെറിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പ്രദേശം മുഴുവൻ കത്തി അമർന്ന നിലയിലാണ്, പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ്. ആ ഒരു പ്രദേശത്തു നിന്നാണ് വീണ്ടും ഈ ഒരു പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. തീ ആളിക്കത്തുന്നു. തീ ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഫയർഫോഴ്സിന്റെ ടീം ഇപ്പോഴും അതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. പലരും ഈ ഒരു പാടത്തേക്ക് വരെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. മറ്റ് ഈ ഉദ്യോഗസ്ഥരെല്ലാം, സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തുന്ന ഒരു ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും പൊട്ടിത്തെറികൾ പലയിടങ്ങളിൽ നിന്നായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും ഈ ഒരു പടക്കങ്ങൾ അവിടെ നിന്നും പൊട്ടിത്തെറിച്ചില്ല, ഇനിയും ബാക്കിയുണ്ട്. അത്തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് പല സ്ഥലങ്ങളിലായി കേൾക്കുന്നത്. തീ ഇപ്പോഴും കത്തുന്നു. ഇപ്പോഴും ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും.